കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിൽ വ്യാപക ക്രമക്കേട്. പഞ്ചായത്ത് ഭരിക്കുന്ന യുഡിഎഫിന്റെ നേതൃത്വത്തിലാണ് ക്രമക്കേടുകൾ നടന്നത്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളുടെ ബന്ധുക്കളെ മാത്രമാണ് സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. സെലക്ഷൻ ലിസ്റ്റിനെതിരെ പ്രതിഷേധം വ്യാപകം. 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി നടക്കേണ്ട ഇന്റർവ്യൂ നടന്നത് 2025 ജൂൺ 28-ന്. 555 പേരാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. എന്നാൽ അംഗൻവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 10ഓളം പേർ മാത്രം. UDF ഭരിക്കുന്ന കരിമ്പുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്റർവ്യൂ. പ്രവർത്തന പരിചയവും യോഗ്യതയും ഉള്ളവരെ പരിഗണിക്കാതെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളുടെ ബന്ധുക്കളെ മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ബന്ധുക്കളെ നിയമിക്കാനായിരുന്നെങ്കിൽ പിന്നെന്തിനാണ് ഇത്തരത്തിൽ ഒരു നാടകം കളിച്ചതെന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുത്തവർ ചോദിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരിയിട്ട് ഞങ്ങളെ വിഡ്ഢിവേഷം കെട്ടിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതെ ഇവരുടെ ആൾക്കാരെ എടുത്തിട്ട് മുന്നോട്ട് പോയാൽ പോരായിരുന്നില്ല. ഞങ്ങളെ ഇതിന് മുന്നിൽ വെച്ചിട്ട് വിഡ്ഢിവേഷം കെട്ടിക്കേണ്ട ഒരു ആവശ്യം ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നിരുന്ന ഒരു ലീഗ് നേതാവിന്റെ വീട്ടിലുള്ള 5 പേർക്കാണ് നിയമനം ലിസ്റ്റിൽ കയറി വന്നിട്ടുള്ളത്. ഇത് അവരുടെ ഒരു ആഗ്രഹത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ളൊരു ലിസ്റ്റ് ആയിരുന്നെങ്കിൽ എന്തിന് ഇന്റർവ്യൂ നടത്തി? ഇന്റർവ്യൂവിന്റെ ആവശ്യം എന്തായിരുന്നു? UDF പ്രവർത്തകരെ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതെന്ന് മെമ്പർ M മോഹനൻ പറഞ്ഞു. ഈ ലിസ്റ്റ് വലിയ ക്രമക്കേടുകൾ നിറഞ്ഞതാണ്. ലിസ്റ്റിൽ മഹാഭൂരിഭാഗവും UDFന്റെ ആളുകളെ കുത്തി നിറച്ചിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ പേരുകാരിൽ ഏറെയും ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ലീഗ് നേതാവിൻ്റെ വീട്ടുകാരാണ്. യഥാർത്ഥത്തിൽ ഈ അംഗൻവാടി വർക്കർ തസ്തികയിലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്റർവ്യൂ തയ്യാറാക്കുന്ന അവസരത്തിൽ തന്നെ അർഹതാ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നതാണ്. ആ അർഹതാ മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിക്കപ്പെട്ട ഒരു സ്ഥിതിയാണ് ഈ ലിസ്റ്റിൽ ഉള്ളത്. 4 ദിവസങ്ങളിലായാണ് ഇന്റർവ്യൂ നടന്നത്. ഇന്റർവ്യൂവിന് വന്നവരുടെ യോഗ്യത നോക്കിയാണ് ലിസ്റ്റ് പുറത്തിറക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കൈരളി ന്യൂസ്, പാലക്കാട്.